ഹായ് ഹലോ നമസ്കാരം. സാരി ഡ്രോപ്പിങ്ങിൻ്റെ പാർട്ട് 3 ആണെന്ന് കാണിക്കുന്നത്. നമുക്ക് എടുക്കാനുള്ള ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ഭാഗത്ത് മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മെഷർമെൻറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പറ്റാവുന്ന തരത്തിലുള്ള ഞൊറിവ് എടുത്ത് വെക്കുക കേട്ടോ. ഇതേപോലെ ഞൊറിവ് എടുത്ത് വെക്കുക കേട്ടോ. എനിക്കിവിടെ അത്യാവശ്യം ചെറിയ ഞൊറിവ് എടുത്തപ്പോൾ അത്യാവശ്യം ഞൊറിവ് കൂടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ഞൊറിവുണ്ടല്ലോ, അത് ഒരിത്തിരി വലുതാക്കിയിട്ട് എടുക്കുക. അതുകൊണ്ട് ബാക്ക് ഭാഗമാണ് നമ്മൾ വലുതാക്കി എടുക്കേണ്ടത് കേട്ടോ. ഫ്രണ്ടിൽ നിന്നല്ല, ബാക്കിലെ ഭാഗമാണ് ഇത്തിരി വലുതാക്കി നീട്ടിയെടുക്കേണ്ടത്. ഇനി നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇതേപോലെ നിവർത്തിയെടുത്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് ആ ഞൊറിവിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒരിക്കലും ഞൊറിവ് അയൺ ചെയ്യരുത്. അതിന് പകരമായിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ മറിച്ചിടാം. ഞൊറിവിനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, ആ മടക്ക് ഭാഗം, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് അയൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഉൾഭാഗമാണ് അയൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പുറം ഭാഗം ഇങ്ങനെ ഒട്ടി നിൽക്കാതെ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ കണ്ടോ, ഇത് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ തേച്ച് വെച്ചതാണ്. കണ്ടോ, അപ്പോൾ ഇതിങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കും. നമ്മൾ സാധാരണ ഫ്രണ്ടിൽ നിന്ന് തേക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി നിൽക്കും, പക്ഷേ നമ്മൾ ഉള്ളിൽ നിന്ന് തേക്കുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയിൽ വിരിഞ്ഞിങ്ങനെ നിൽക്കും. ഇനി ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് സാരി ഉടുക്കേ വേണ്ട കേട്ടോ, പെർഫെക്റ്റ് ലുക്കിൽ കിട്ടും.